ഹലോ, സ്ക്രീൻ കാണാവോടാ? ഹലോ, സ്ക്രീൻ കാണാമോ? ഓഡിബിൾ ആണോ? കാണാം. ഓക്കെ. നമ്മളൊരു റാപ്പിഡ് ആയിട്ട് ഒരു സി എ ബ്രസ്റ്റ് കേസ് നോക്കുവാണേ. ടെസ്റ്റിലെല്ലാം നോക്കിയിരിക്കും. അപ്പം ദിസ് ഈസ് അബൌട്ട് എ 55-year-old ഫീമെയിൽ റെസിഡന്റ് ഓഫ് കണ്ണൂർ, ഹോം മേക്കർ, ബിലോങ്ങിംഗ് ടു ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. സി എ ബ്രസ്റ്റിലെ റെസിഡൻസ് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒരു ഫീമെയിൽ പേഷ്യൻ്റ് ആണ്. ഹെർ മെയിൻ കംപ്ലൈന്റ് വാസ് ലംബ് ഇൻ ദ റൈറ്റ് ബ്രസ്റ്റ് ഫോർ ദ 6 months. അപ്പം സി എ ബ്രസ്റ്റ് പേഷ്യൻസ് മിക്കപ്പോഴും സിംഗിൾ കംപ്ലൈൻറ്റേ കാണത്തുള്ളൂ. ദേ ഹാർ ഹാവിങ് എ ലംബ് മേ ബി ഫോർ 1 year 2 year, അല്ലെങ്കിൽ അതിനുള്ളിൽ ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷൻ അതൊരു ബ്രസ്റ്റ് ലംബായിട്ട് പ്രസന്റ് ചെയ്യണം. ഒരുപാട് നാൾ ഇക്കാലത്ത് ബ്രസ്റ്റ് ലംബായിട്ട് ആരും നിൽക്കാറില്ല. മനസ്സിലല്ലോ? അപ്പം കംപ്ലൈൻറ്റ് ലംബ് ഇൻ ദ റൈറ്റ് ബ്രസ്റ്റ്. അപ്പം ലംബും സെല്ലിങ് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടറി ഫൈൻഡിങ് ആണ്. ലംബ് എന്ന് വെച്ചാൽ ഒരു പാൽപേറ്ററി ഫൈൻഡിങ് ആണ്, അല്ലേ? അപ്പൊ നമ്മൾ കാണുന്ന ഒരു സാധനം ഇരിക്കുന്നത് കാണുന്നില്ല. അവർ ബ്രസ്റ്റിൽ ലംബെന്നാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. അതൊക്കെ മനസ്സിലാകത്തുള്ളായിരിക്കും. അപ്പം അത് ചോദിക്കാം. അപ്പം ബ്രസ്റ്റിൽ പൊതുവെ നമ്മൾ ലംബെന്നാണ് പറയുന്നത്. അബ്ഡമിനിൽ ലംബാണ് പറയുക. കാരണം അത് ഓൾറെഡി ഒരു വലിയൊരു ഹോളോ ക്യാവിറ്റിയാണ്, ഹോളോ ഓർഗൻ ആണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പേസ് ആണ്. വലിയൊരു സ്പേസിനകത്ത് വേറൊരു സെല്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വന്ന് ചെറുപ്പയ്ക്ക് നമ്മൾ എപ്പോഴും സെല്ലിംഗ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു അബ്ഡമിന്റെ ഭാഗത്ത് മുകളിലോട്ട് സെല്ലിംഗ് എന്ന് പറയാൻ പറ്റും. അത് ഇൻസ്പെക്ഷൻ കാണാം. അല്ലാത്ത മിക്ക മഴ ലംബെന്നാണ് ക്ലിനിക്കലി പറയുന്നത്. History of the present illness: patient presented with a painless lump near right breast for 6 months, which was insidious in onset. She felt it first during bathing and it is slowly progressive in nature. It is approximately 2 by 2 centimeter in size initially and progressed to the present size of approximately 3 by 4 centimeter. മനസ്സിലായി? അപ്പോൾ ഇത്രയുള്ള ഒരു ഹിസ്റ്ററി. അപ്പോൾ അവരെപ്പോഴും പറഞ്ഞു പറഞ്ഞാൽ ദേ ഹാഡ് എ റൈറ്റ് ബ്രസ്റ്റ് ലംബ് വിച്ച് വാസ് 6 months ബിഫോർ, അല്ലെങ്കിൽ 7 months ബിഫോർ അവർ കണ്ടു. മോസ്റ്റ്ലി ദേ വിൽ experience it first time during bathing, then it is slowly progressive in nature. തുടക്കത്തിൽ ഒരിക്കലും പറയും ചെറിയ സൈസ് ഷേപ്പ് ഒന്നും പറയരുത്. ഓൾവേസ് ഇറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി 2 centimeter. നൗ ഇറ്റ് ബിക്കം 4 by 4 centimeter. ഇൻ 3 by 4 centimeter പേഷ്യൻസ് വോയിസ്. മനസ്സിലായോ? ഈ ബ്രസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലംബിന്റെ കൂടെ എന്തെങ്കിലും അസോസിയേറ്റഡ് സിംറ്റം ഉണ്ടെന്ന് നോക്കണം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ട്രോമ ലിസ്റ്റ് റൂൾ ഔട്ട് ചെയ്യണം. കാരണം ട്രോമാറ്റിക് ഫാറ്റ് നെക്രോസിസ് ഒരു ടി ഡി ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ട്രോമയിലാണ് പല ബ്രസ്റ്റ് ലംബുകൾ ആദ്യമായിട്ട് പേഷ്യന്റ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ട്രോമാറ്റിക് ഫാറ്റ് നെക്രോസിസ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന പേഷ്യൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് മലിനൻസി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ട്രോമ ശ്രദ്ധിക്കണം. പിന്നെ ലെമ്പ് വലുതായിട്ടുണ്ടെങ്കിൽ ലെമ്പ് ചെറുതായിട്ടുണ്ടെന്ന് ചോദിക്കണം. ചില സ്വെല്ലിങ്സ് ഗാലറ്റോസീല് ചില ഹോർമോണൽ ലംസ് ഒക്കെ റിഗ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിഗ്രഷൻ ഓഫ് ലംബ് നോക്കണം. ഫൈബ്രോഡിനോമ പോലുള്ള സാധനം പറഞ്ഞാൽ നമ്മൾ ഹോർമോണൽ ലംസ് എന്ന് വിളിക്കുന്നത്. കാരണം അത് ഹോർമോണൽ വേരിയൻസ് കൂടിയും കുറയും സൈസ്. അപ്പോൾ നോ റിഗ്രഷൻ ഓഫ് ലംബ്. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ലംബിന് ഏറ്റവും അടുത്തുള്ളത് നിപ്പിളില്ല. അപ്പോൾ നിപ്പിളിനകത്ത് നിന്ന് ഡിസ്ചാർജ് ഇല്ല, റിട്രാക്ഷൻ ഇല്ല നോക്കണം. ഇപ്പോൾ സർക്കംഫറൻഷ്യൽ റിട്രാക്ഷൻ ഒക്കെ പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് മലിനൻസിയിലാണ് പറയുന്നത്, കാർസിനോമയിൽ. പിന്നെ സ്ലിറ്റിലേക്ക് റിട്രാക്ഷനോട് എക്ടിക്സിയിലൊക്കെ വരുന്നത്. പിന്നെ ബ്രസ്റ്റിന്റെ കൂടെ ട്യൂബർക്കുലോസിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാന്ന് റോൾ ടൈമിൽ നോ ഫീവർ, ഈവനിങ് റൈസ്, ടെമ്പറേച്ചർ നോക്കണം. പണ്ട് ടി ബി, ബ്രസ്റ്റ് ആബ്സസ് ഭയങ്കര കോമൺ ആയിരുന്നു. പിന്നെ സ്കിൻ റെഡ്നെസ് പറഞ്ഞാൽ ഒരു മാസ്റ്റൈറ്റിസിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാന്ന് അറിയാൻ വേണ്ടി ഈ മൂന്ന് കാര്യം ഒരുമിച്ച് ചോദിക്കണം. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ഡൗട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് എടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ദ പേഷ്യന്റ് ഈസ് ഹവിങ് മോർ ദാൻ 10% of weight loss in the last 6 months or 5% of weight loss in the last 3 months. അതാണ് സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് ചോദിക്കുന്നത്. നോ ഹിസ്റ്ററി ഓഫ് ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, ബ്ലറിംഗ്, പക്ഷേ ലോസ് ഓഫ് കോൺഷ്യസ്. ഇതൊക്കെ ആണെങ്കിൽ ബ്രെയിൻ മെറ്റാസ്റ്റസിസ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യും. ചെസ്റ്റ് പെയിൻ, ബ്രെത്ത്ലെസ്നെസ്, ഹീമോട്ടൈസിസ്, ലങ് മെറ്റാസ്റ്റാസിസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്.
നോസിയ, പെയിൻ, അബ്ഡമൻ, ജോണ്ടിസ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഇതെല്ലാം നമ്മൾ ലിവർ മെറ്റാസ്റ്റസിസ് ഫ്രം ദ സി എ ബ്രസ്റ്റ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബോൺ പെയിൻ ബാക്ക്, കാരണം നമുക്ക് ബ്രസ്റ്റ് മെറ്റാസ്റ്റസിസ് കൂടുതലും ബോൺസിലോട്ടാണ് വന്നത്. വെയിറ്റ് പ്ലസസ് എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ വെട്ടബിൾ പ്ലസസ് കൊണ്ട് അതുവഴിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ബ്രസ്റ്റിന്റെ മെറ്റാസ്റ്റസിസ് വെട്ടബിൾ ബാക്ക് ബോഡി റൂൾ ഔട്ട് ചെയ്യണം. നോയിസ്റ്റ് ഓഫ് ലംബ് എൽസ്വെയർ ഇൻ ദ ബോഡി, വേറെ മെറ്റാസ്റ്റസിസ് വേറെ എങ്കിലും ഇല്ലാത്ത എപ്പോഴും നമ്മൾ പറയണം. പിന്നെ ഒരു ഇമ്പോർട്ടൻസ് പറയാം, നോസ്റ്റ് പ്രയർ റേഡിയേഷൻ ചെസ്റ്റ്. ഒരുവിധമുള്ള മിക്ക എല്ലാ മാലിൻസും നമ്മൾ റേഡിയേഷൻ ഹിസ്റ്ററി റൂൾ ഔട്ട് ചെയ്യണം. ഇത്രയാണ് ബ്രസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നെഗറ്റീവ് ഹിസ്റ്ററി. ഇത്രയും സാധനത്തിൽ കൂടുതലൊന്നും ചോദിക്കില്ല. ഓക്കെ, ഇന്നത് ഒരു സാധനം കൂടെ ചോദിക്കുന്നത്, നോസിറ്റി ഓഫ് സെല്ലിംഗ് എൽസ്വെയറിന്റെ ബോഡിയിലെ ആക്സിലറി സെല്ലിംഗ് ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ നമുക്ക് പറയാം എന്തിനാണ് ചോദിച്ചത് പറഞ്ഞാൽ ആക്സിലയിലെങ്കിലും ലംബില്ലെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. മനസ്സിലായോ? നമ്മുടെ ബ്രസ്റ്റിനകത്തുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്ന ലേറ്റഡ് ചോദിക്കുന്ന കാണിക്കാൻ വേണ്ടിയാണ്. ആകെ പറഞ്ഞിട്ട് പെയിൻലെസ് ലംബാണ് റൈറ്റ് ബ്രസ്റ്റ് 6 months ആയിട്ട്. ഇറ്റ് ഡസൻ നോൺ ഈ ഫെൽറ്റ് ഇറ്റ് ഫസ്റ്റ് ഡ്യൂറിങ് ബാത്തിങ് ആൻഡ് ഇറ്റ് സ്ലോലി പ്രോഗ്രസീവ് ഇൻ നേച്ചർ. ഇറ്റ് അപ്രോക്സിമേറ്റ്ലി 5 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. എന്നിട്ട് നെഗറ്റീവ് ഹിസ്റ്ററിയിൽ ട്രോമ ടു ബ്രസ്റ്റും റിഗ്രഷനോ ലംബും റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ നിപ്പിൾ ഡിസ്ചാർജ് റിട്രാക്ഷൻ റൂൾ ഔട്ട് ചെയ്യണം. സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ് ലങ്സിന്റെ മെറ്റാസിസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. നോസിയ, പെയിൻ, അബ്ഡമൻ, ജോണ്ടിസ്, ലോസ് ഓഫ് ബ്ലഡ് ഒക്കെ നമുക്ക് ലിവർ മെറ്റാസിസ് റൂൾ ഔട്ട് ചെയ്യാൻ ചോദിക്കാം. ബോഡി പെയിൻ ബാക്ക് ഒക്കെ പറഞ്ഞാൽ ബോഡി മെറ്റാസിസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. ലംബ് എൽസ്വെയർ ഇൻ ദ ബോഡി മോസ്റ്റ്ലി ആക്സിലറി ഡെപ്പോസിറ്റ്സ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. നോസ്റ്റ് പ്രയർ റേഡിയേഷൻ ടെസ്റ്റ്. Past history, there is no chronic illness rule out ചെയ്യണം. No history of breast surgery in the past and no history of other breast swelling. ചില ആൾക്കാർക്ക് ഫൈബ്രോയിഡിനോമ പോലുള്ള ബിനൈൻ ഡിസീസ് ഉണ്ടായിരിക്കും, അതിന്റെ സർജറി ഒന്നും കഴിഞ്ഞില്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ മെനിസ്ട്രൽ ഹിസ്റ്ററിയിൽ മെനാർക്കി മെനപ്പോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏർലി മെനാർക്കി ലേറ്റ് മെനപ്പോസിന്റെ ഭയങ്കര ഹൈ റിസ്ക് ആണ് ക്യാൻസർ. അത്രയും നാൾ ബ്രസ്റ്റ് വിൽ ബി സബ്ജക്ട് ടു ദ ഹൈ ലെവൽസ് ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഏർലി മെനാർക്കി ലേറ്റ് മെനപ്പോസ് ഹാസ് ഹൈ റിസ്ക് ഫോർ സി എ ബ്രസ്റ്റ്. സൈക്കിൾസ് റെഗുലർ. ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആസ് ഏർലി ആസ് പോസിബിൾ പേഷ്യന്റ് പ്രഗ്നന്റ് ആവും. നേരത്തെ അവരുടെ ആ ഒരു എന്താണ് മെൻസ്ട്രുവൽ ഹിസ്റ്ററി ബ്രേക്ക് ആവില്ല. അതായത് ഈസ്ട്രജനിക് എക്സ്പോഷർ ബ്രസ്റ്റിലോട്ട് ബ്രേക്ക് ആവും. അപ്പോൾ നമ്പർ ഓഫ് അപ്പോൾ 10 അമനോറിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ല പ്രൊട്ടക്റ്റീവ് പീരിയഡ് ഓഫ് അമനോറിയ. അപ്പോൾ എഫക്റ്റീവ് പീരിയഡ് ഓഫ് അമനോറിയ, പീരിയഡ് ഓഫ് ലാക്ടേഷനും, ഇതെല്ലാം ആക്ച്വലി പ്രൊട്ടക്റ്റീവ് ഫോർ ബ്രസ്റ്റ് ആണ്. മിനിമം 1 year ഓഫ് ലാക്ടേഷനൊക്കെ പ്രൊട്ടക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പം എത്ര നാളുണ്ടായിരുന്നു എടുത്തു വെക്കണം. പിന്നെ ഹിസ്റ്ററി ഓഫ് OCP ഉണ്ടോ ഇല്ലയോ, ഹോർമോൺ റീപ്ലേസ് തെറാപ്പി ഉണ്ടോ. OCPക്ക് വലിയ റോളില്ല, പക്ഷേ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ റോളുണ്ട്. ഈസ്ട്രജൻ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കുകയാണെങ്കിൽ അതിന് വെരി ഹൈ റിസ്ക് ഫോർ സി എ ബ്രസ്റ്റ്. OCPക്ക് അങ്ങനെ റോളില്ല, അപ്പോൾ അത് ചോദിക്കണം. പിന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ സിമിലർ മാലിഗ്നൻസീസ് ഉണ്ടായിരുന്നു ബ്രസ്റ്റിന്റെ, അതേപോലെ ചില അതൊക്കെ ഫാമിലി ഹിസ്റ്ററിയിൽ ഓവറിൻ, പ്രോസ്റ്റേറ്റ്, പാങ്ക്രിയാസ് ക്യാൻസേഴ്സ് ഉള്ള സിൻഡ്രോമിക് അസോസിയേഷൻ ഉണ്ടാകും. അത് റൂൾ ഔട്ട് ചെയ്യണം. സിൻഡ്രോം, ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ഫാമിലി ഹിസ്റ്ററി ചോദിക്കണം. പിന്നെ പേഴ്സണൽ ഹിസ്റ്ററിയിൽ നമ്മൾ ഡയറ്റ് ചോദിച്ചു, നോർമൽ സ്ലീപ്പ് വെഹിക്കിൾ, ബവലബിളാണ്, അലർജി ഇല്ല, എല്ലാം നോർമൽ. 55-year-old postmenopausal lady with a painless, slowly progressive limb in the right breast for 6 months. There are no metastatic disease and no symptoms sensitive of involvement of nipple, axilla, etc. അത്രയായിരുന്നു. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിസ്റ്ററി. ഇനി നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ, പേഷ്യൻ ഷുഡ് ബി എക്സാമിൻഡ് ഇൻ എ വെൽ ലിറ്റ് റൂം വിത്ത് ഫീമെയിൽ അറ്റൻഡന്റ്, കോൺഷ്യസ്, കോപ്പറേറ്റീവ്, വെൽ ഓറിയന്റഡ്. ഷുഡ് ബി എക്സ്പോസ്ഡ് ഫ്രം നെക്ക് ടു ദ അബ്ഡമൻ. നിപ്പിളെല്ലാം നമ്മൾ എപ്പോഴും തിരിച്ചു പറയാറുണ്ട്, പക്ഷെ നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അപ്പർ അബ്ഡമൻ അല്ലെങ്കിൽ മിഡ് അബ്ഡമൻ വരെ എക്സ്പോസ് ചെയ്തിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാം. വൈറ്റൽസ് നോർമലാണ്, BP നോർമലാണ്, ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, BMI നോർമലാണ്. ഇവിടെ ആണെങ്കിൽ മലിനൻസി റൂട്ട് ഹോസ്പിറ്റൽ നമ്മൾ ECOG സ്കോർ ആണ്. ഇന്നലെയും പറഞ്ഞാൽ ഇൻകോഗ്, ഈസ്റ്റേൺ കോപ്പറേറ്റീവ് ഓൺകോളജിക്കൽ ഗ്രേഡിംഗ് ആണ്. യൂറോപ്പിയൻ അല്ല, ഈസ്റ്റേൺ കോപ്പറേറ്റീവ് ഓൺകോളജിക്കൽ ഗ്രേഡ് ആണ്. നോ പാരറ്റസ് സെൻസസ് ക്ലബിംഗ് ലിഫിഡിനോപ്പതി, പാക്സൽ ലിഫിഡിനോപ്പതി ഇല്ല പേഷ്യന്റിന്. N0 ആണ് ആസ്പർ സ്ട്രിക്. അപ്പോൾ ECG സ്കോർ നിങ്ങൾക്കെല്ലാം അറിയാലോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 0 ആണ്, ഫുള്ളി ആക്റ്റീവ്, ഏബിൾ ടു ക്യാരി ഔട്ട് ഓൾ പ്രീ ഡിസീസ് പെർഫോമൻസ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻ. അപ്പം മോസ്റ്റ്ലി നമ്മൾ എടുക്കുന്ന പേഷ്യൻസ് ഈക്കോഗ് 1 or 2 ഒക്കെ ആയിരിക്കും. 2, 3, 4 നമുക്ക് വെക്കാറില്ല, ഭയങ്കര സിക്ക് പേഷ്യൻസ് ആയിരിക്കും. ലോക്കൽ എക്സാമിനേഷൻ വാസ് എക്സാമിനേഷൻ സിറ്റിംഗ് പൊസിഷൻ വിത്ത് ബോത്ത് ആംസ് ഓൺ സൈഡ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എങ്ങനെയൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യും? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് പൊസിഷൻ ബോത്ത് ആംസ് ഓൺ സൈഡ്. പിന്നെന്ന് പറഞ്ഞാൽ ബോത്ത് ആംസ് നമ്മൾ റൈസ് ചെയ്യണം, ഹെഡ് ഓൾസോ വോളിൽ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4 പൊസിഷനിൽ നമ്മൾ എക്സാമിൻ ചെയ്യാം പേഷ്യൻറ്റ്. ഓരോന്നിനും ഓരോ സിഗ്നിഫിക്കൻസ്.
സ്പെഷ്യൽ എക്സ്പെരിമെന്റ് വിത്ത് നിപ്പിൾ ഏരിയോളർ കോംപ്ലക്സ് ആ ബോത്ത് ബസ് സിമെട്രിക്കൽ ഇൻ ഷേപ്പ് കോൺഫറാണ് രണ്ടിടത്ത് റൈറ്റിൽ ബ്രസ്റ്റിലാണ് ലംബുണ്ടെന്ന് പറഞ്ഞത് സെയിം ലെവൽ ഓവർലൈ സ്കിൻ അപ്പിയസ് നോർമൽ നോ വിസിബിൾ നമ്പർ നോ ഡയലേറ്റഡ് എൻഗോജ്ഡ് വെയിൻ നോ റീജൻ നോ അപ്പറിലും പെടുന്ന നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കും ഓൾമോസ്റ്റ് ഈ ഒരു സ്ഥലത്താണ് ഇവർ ലംബ് പറഞ്ഞിരുന്നത്. അടുത്ത നമ്മൾ ഓൺ റേസിംഗ് ദ ആം എബോവ് ദ ഹെഡ്, കൈ നമ്മൾ പൊക്കുമ്പോഴത്തേക്ക് ബോത്ത് നിപ്പിൾ ഏരിയ സെയിം ലെവലാണെന്ന് നോക്കണം. നോ സ്കിൻ ഡിംപ്ലിംഗ്. ആം റേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം ഒന്നെന്ന് പറഞ്ഞാൽ ആക്സിലെ കാണാൻ വേണ്ടി, രണ്ടെന്ന് പറഞ്ഞാൽ ഇൻഫ്രാ മാമറി ഫോൾഡ് നദർ ലെമ്പോ എല്ലാം മിസ്സാവുന്ന അറിയാം. ഈ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും പറയേണ്ടത്. നിപ്പിൾ ഏരിയ കോമസ് ലെവൽ നോക്കാൻ വേണ്ടി, രണ്ടാമെന്ന് പറഞ്ഞാൽ ആക്സില റൂൾ ഔട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി, പിന്നെ മൂന്നാമെന്ന് പറഞ്ഞാൽ ഇൻഫ്രാ മെമ്മറി ഫോൾഡ്. ഓക്കെ, ഇനി മൂന്നാമത് പറയാം ബെൻഡിങ് ഫോർവേഡ്. നമ്മൾ ബെൻഡിങ് ഫോർവേഡ് ചെസ്റ്റ് വോൾ ഫിക്സിറ്റി ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് ലംബ് മുമ്പോട്ട് ഫോൾ ഔട്ട് ചെയ്യത്തില്ല. ബെൻഡിങ് ഫോർവേഡ് അതിനുണ്ട്, ബോത്ത് ബ്രസ്റ്റ് ഫോൾ ഫോർവേഡ് ഈക്വലി. അപ്പോൾ ചെസ്റ്റ് വോൾ ഫിക്സിറ്റി ഒന്നുമില്ല ലംബിന്. പിന്നെ നാലാമത് നോക്കുന്നത് ചെസ്റ്റ് വോളിനകത്ത് ഫിക്സ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ചിരട്ട ഫിക്സ് ചെയ്തുകൊണ്ട് അത് സെക്ഷന് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പറയും. പാൽപ്പേഷൻ സെമി റിക്കമെൻഡ് പൊസിഷൻ. ലെഫ്റ്റ് ബ്രസ്റ്റ് നോർമൽ ഓൺ പാൽപേഷൻ ആയിരുന്നു. റൈറ്റ് ബ്രസ്റ്റിൽ ദർ ഇസ് നോ ലോക്കൽ റൈസ് ഓഫ് ടെമ്പറേച്ചർ. വെൽ ഡിഫൈൻ നോൺ ടെൻഡർ ലംബ് പാൽപ്പബിൾ ഇൻ ദ ലോവർ ഇന്നർ ക്വാഡ്രന്റ് ആയിട്ട് 5 o'clock. ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് ഈ ഒരു ലോവർ ഇന്നർ ക്വാഡ്രന്റ് 5 o'clock. നോർമലി അപ്പർ ഔട്ടർ ക്വാഡ്രന്റ് ആണ് മോസ്റ്റ് കോമൺ. അത് കഴിഞ്ഞാൽ സെൻറ്ററിനാണ് സെക്കൻഡ് മോസ്റ്റ് കോമൺ. ഇവിടെ ലോവർ ഔട്ടർ ക്വാഡ്രന്റിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോൺ ടെൻഡർ ആയിട്ടുള്ള ലംബാണ് in the lower is 4 centimeter for the nuclear gomos, almost 3 by 4 centimeter, hard size, oval in shape. It is hard in consistency, well defined margins and irregular surface. Not fixed to overlying skin and chest parenchyma, not fixed to underlying muscle and chest wall. No other level palpable in the right. അപ്പോൾ മൊത്തത്തിലുള്ള ടി എൻ എം സ്റ്റേജ് നമ്മൾ ഈ ഒരു പാൽപേഷനിൽ കണ്ടുപിടിച്ചു. നിപ്പിൾ ഏരിയ കോംപ്ലക്സ് ദർ ഇസ് നോ വിസിബിൾ ഡിസ്ചാർജ് നിപ്പിൾ ഓൺ കംപ്രസിംഗ് ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമിനേഷൻ സംഭവം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൽ ഈ ഒരു പാർട്ടാണ് പാൽപേഷൻ. പിന്നെ ആക്സിലർ നോക്കണം. അപ്പോൾ മൂന്ന് സാധനങ്ങളാണ്. ബ്രസ്റ്റ് നോക്കണം, നിപ്പിൾ ഏരിയ കോംപ്ലക്സ് എക്സാമിൻ ചെയ്യണം, പിന്നെ ആക്സിലർ നോക്കണം. ആക്സിലർ ലിംഫ് നോട്ട്സ് ഒന്നും ഇല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യണം. എക്സാമിനേഷൻ ഓഫ് ആക്സിൽ ആൻഡ് നെക്ക്, നോ ലിംഫ് നോഡ് പാൽപ്പബിൾ ഇൻ ബോത്ത് ആക്സിൽ ആൻഡ് നെക്ക്. ആക്സിൽ നോക്കുമ്പോൾ നമ്മൾ ആക്സിൽ ആണെങ്കിൽ എങ്ങനെയൊക്കെ നോട്ട്സ് എക്സാമിൻ ചെയ്യണം? ആക്സിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലാറ്ററൽ നോട്ട്സ് എക്സാമിൻ ചെയ്യണം. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കയ്യിലോട്ട് വരുന്ന നോട്ട്സുകളെല്ലാം, അതായത് ലാറ്ററൽ നോട്ട്സ് ഈ നോട്ട്സ് എക്സാമിൻ ചെയ്യണം. ആൻറ്റീരിയർ ഗ്രൂപ്പ് ഓഫ് നോട്ട്സ്, പോസ്റ്റീരിയർ ഗ്രൂപ്പ്, സെൻട്രൽ നോട്ട്സ്. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് മെത്തേഡ്സിൽ എക്സാമിൻ എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ആ സാധനങ്ങളെല്ലാം നോക്കണം. മനസ്സിലായി? അപ്പോൾ നോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നോഡ് രീതിയിൽ നമ്മൾ മിസ്സാവാൻ പാടില്ല. എന്നിട്ട് സിസ്റ്റമിക് എക്സാമിനേഷൻ റിലവൻ്റ് ആയിട്ടൊരു കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സിസ്റ്റംസും നോർമൽ ആയിരിക്കും. എന്തെങ്കിലും മെറ്റാസിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടാൻ പറ്റില്ല. വേറെ സ്റ്റേസ് ആണെന്ന് നമുക്ക് ഒരിക്കലും കാണാനില്ല. എക്സാമിനേഷൻ സ്പൈൻ ബെയറിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം മെറ്റാസിസ് ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ആഫ്റ്റർ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മസ്കുലർ സെൽ സിസ്റ്റം പറയാനുണ്ട്, കാരണം അവിടെ നമുക്ക് മെറ്റാസിസ് വരാം. പിന്നെ പോസ്റ്റ് മെനപ്പോസൽ ലേഡി who presented with a painless rapidly progressing lump in the right breast for 5 months. On examination, she had a hard lump of size 3 in the 4 centimeter, palpable in the lower inner coordinate 4 centimeter, the nipple area complex, oval in shape with well defined margins and irregular. Actually, the overlays then not fixed on the main chest wall. Breast and axillary is normal. There is no evidence of metastasis. ഇതാണ് കേസ്. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഇതിന്റെ ഡയഗ്നോസിസ് പറയാമോ? നമ്മൾ എന്ത് കേസ് എടുക്കുന്നതിന്റെ ഡയഗ്നോസിസ് പറയാമോ? ഇത് ഒരു ബ്രസ്റ്റ് ലംബാണോ? ആണല്ലോ. മാലിഗ്നന്റ് ലംബാണോ അതോ ബിനൈൻ ലംബായിരിക്കുമോ? ഹിസ്റ്ററി കേട്ടിട്ട്, ഹിസ്റ്ററിയും എക്സാമിനേഷനും കേട്ടിട്ട് പറ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, നമുക്ക് നോക്കാം. എങ്കിലും അത് നമുക്ക് ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓഡിയോയിൽ പറ, ഓഡിയോയിൽ പറ, ചാറ്റിൽ വേണ്ട, ഓഡിയോ. Malignant.
എന്തോ Malignant. മലിഗ്നന്റ്. ഓക്കെ, കറക്റ്റ്. കാരണം ഇത് ബ്രസ്റ്റിനകത്തൊരു ലംബം മിക്കപ്പോഴും ബിനൈൻ ആവണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. ബിനൈൻ ലംസ് ആർ പെയിൻലെസ് ആയിരിക്കും. ഫൈബ്രോയിഡ് പറഞ്ഞാൽ ഭയങ്കര ഫ്രീലി മൂവബിൾ ആയിരിക്കും. ഇവിടെ അലിയൻസിന്റെ 6 മന്ത് എന്ന് പറഞ്ഞാൽ അതർവൈസ് അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മാർജിൻസ് വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ സർഫസസ് ഇറഗുലർ അല്ലേ. അപ്പോൾ ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ച് നമുക്ക് പറയാം ഇറ്റ് ഈസ് പ്രോബബ്ലി മലിഗ്നറ്റ്. പക്ഷെ നമുക്ക് ബിനൈൻ ഉള്ളോട്ട് ചെയ്യാനും പറ്റത്തില്ല. ഫൈബ്രോയിഡിന് നമുക്ക് നോർമലി 40 ഇയേഴ്സിനുള്ളിൽ വരുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും അൺലെസ് പ്രൂവൺ അതർവൈസ് കൺസിഡർ ഓൾ ബ്രസ്റ്റ് ലംബാസ് മലിഗ്നറ്റ് കേട്ടോ. ബിനൈൻ നമുക്ക് അങ്ങനെ വെക്കാറുണ്ട് മലിഗ്നറ്റ്. ബിനൈൻ ആകെ വെക്കുന്ന ഫില്ലോട്സ് ട്യൂമർ ഭയങ്കര ജെയിൻ ട്യൂമേഴ്സ് ഉള്ള ബിനൈൻ ആയിട്ടുള്ള ഫില്ലോട്സ് ട്യൂമർ. അപ്പോൾ ഫൈബ്രോയിഡ് നമുക്ക് അത് 20, 25, 30 ഇയേഴ്സ് ഉള്ള ഫീമെയിൽസിലേ വരാറുള്ളൂ. അപ്പം ദിസ് ഈസ് എ മലിഗ്നന്റ് ട്യൂമർ. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഉണ്ടോ? അപ്പം നമുക്ക് പറയാം ദിസ് ഈസ് എ മലിഗ്നന്റ് ട്യൂമർ ഓഫ് ബ്രസ്റ്റ് ഓഫ് ദ റൈറ്റ് സൈഡ് മോസ്റ്റ്ലി ഇൻവേസീവ് ഡക്ടൽ കാർസിനോമ മെജോറിറ്റി ഓഫ് ദ ട്യൂമർ. അപ്പോൾ നമുക്ക് ടി എൻ എസ് സ്റ്റേജിങ് പറയാമല്ലോ ഇതിൻ്റെ. കാരണം ഇതിൻ്റെ സൈസ് എത്ര ലെസ് ദാൻ 5 സെന്റിമീറ്റർ അല്ലേ. T1 ഈസ് ലെസ് ദാൻ 2, T2 ഈസ് 2 to 5. അപ്പോൾ ലെസ് ദാൻ 5 ആയതുകൊണ്ട് 4 സെന്റിമീറ്റർ വരെ നമുക്ക് T2 എന്ന് പറയാം. നോഡ് പോസിറ്റീവ് അല്ല. അപ്പോൾ T2 N0 M0 ആണ് ക്ലിനിക്കൽ സ്റ്റേജിങ്. അതുകൊണ്ട് നമ്മൾ സ്റ്റേജ് 2 എന്ന് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്താ? ഫൈബ്രോയിഡിനോ എന്ന് പറയാം ലെസ് ലൈക്ലി ആണ് 55. ഫില്ലോഡ്സ് ട്യൂമർ പറയാം നമുക്ക്. ഫാറ്റ് നെക്രോസിസ്, ബ്രസ്റ്റ് ക്ലോഡിംഗ്, ബ്രസ്റ്റ് ആപ്സ് ഇതൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ കേസിൽ നമ്മൾ എപ്പോഴും കൺസിഡർ ഇട്ട് ആസ് മാലിഗ്നന്റ് അൺലെസ് അതർവൈസ് പ്രൂവ്. അപ്പോൾ അത് മാത്രം പറഞ്ഞു. അതൊക്കെ അവർ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഡയഗ്നോസിസ് പറയാം കേട്ടോ. ഇപ്പോൾ TNM സ്റ്റേജിങ്ങിന് നിങ്ങൾക്കെല്ലാം അറിയണം. TNM സ്റ്റേജിങ് നമ്മുടെ 3-4 ആണ്. T2 ആണ് ലെസ് ദാൻ 5 സെന്റിമീറ്റർ ആണ് T2 പറയാം. പിന്നെ പാൽപ്പബിൾ നോട്ട്സ് ഇല്ലാതെ M0 ആണ്. മെഡിസിനിലെ M0 T2 M0 M0 സ്റ്റേജ് 2A. പിന്നെ ഈ TNM എല്ലാവർക്കും അറിയാമല്ലോ. അറിയാത്ത ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2 സെന്റിമീറ്റർ. T1 0.5 ഓർ ലെസ്. T1 ഇതറിയാം 0.5 മോർ ദാൻ 1 സെന്റിമീറ്റർ ഗ്രേറ്റർ ദാൻ. ഇത് പറഞ്ഞാൽ 1 to 2 സെന്റിമീറ്റർ. അപ്പോൾ ലെസ് ദാൻ 2 നമ്മൾ 1 ഡിവൈഡ് ചെയ്യും. T2 എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ലെസ് ദാൻ 5. T3 എന്ന് പറഞ്ഞാൽ മോർ ദാൻ 5. അപ്പോൾ T3 വരെ ഡയമെൻഷൻ പറഞ്ഞോളൂ. T4 നമ്മൾ ഡയമെൻഷൻ പറഞ്ഞില്ല. എനി സൈസ് ഓഫ് ട്യൂമർ വിത്ത് 4A 4B 4C 4D 4 ഡിഫറെന്റ്. 4A എന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്തുനിന്ന് പുറത്തോട്ടാണ്. ഏറ്റവും ഉള്ളിൽ ചെസ്റ്റ് വാൾ അല്ലേ. 4A ചെസ്റ്റ് വാൾ. ചെസ്റ്റ് വാളിൽ വരുന്ന 3 കാര്യങ്ങൾ അപ്പോൾ നമ്മൾ SIR എന്ന് നോക്കണം. സെറട്ടസ് ആരിയർ, ഇന്റർകോസ്റ്റൽ ആൻഡ് റിബ്സ്. സെറട്ടസ് ആരിയർ, ഇന്റർകോസ്റ്റൽ, റിബ്സ്. ഈ 3 കാര്യങ്ങൾ മാത്രമേ ചെസ്റ്റ് വാൾ ഉള്ളൂ. ചെസ്റ്റ് വാളിനകത്ത് പെക്ടോറിയൽസ് മേജറും മൈനറും ഒന്നുമില്ല. ഇനി 4B എന്ന് പറഞ്ഞാൽ വോളിന് ഏറ്റവും പുറത്തുള്ള സ്കിൻ അല്ലേ. അപ്പോൾ 4B ഈസ് ഓൾവേസ് സ്കിൻ. അപ്പോൾ 4Bയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ 3 നമ്മൾ പണ്ണെന്ന് പറയും. PUN. P ഫോർ പേർഡിയോറഞ്ച്, U ഫോർ അൾസറേഷൻ, N ഫോർ നോഡുലാരിറ്റി ഓഫ് സാറ്റലൈറ്റ് നോഡ്യൂൾസ്. അപ്പോൾ ഇതല്ലാണ്ട് വേറെ ഒരു സാധനങ്ങൾ വന്നാലും 4B അല്ല. അപ്പോൾ ഇത് പക്കറിങ്ങോ ടെതറിങ്ങോ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ ഡിംപിളിംഗ് എന്ന് പറഞ്ഞാൽ അതൊന്നും സ്കിൻ ലീഷൻസ് അല്ല. സ്കിൻ ഇൻവോൾവ്മെന്റ് അല്ല. സ്കിൻ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ 4B ആണ്. എപ്പോഴും ഇറ്റ് വിൽ ബി പേർഡിയോറഞ്ച്, അൾസറേഷൻ, നോഡുലാരിറ്റി. ഈ 4C എന്ന് പറഞ്ഞാൽ ബോത്ത് 4A and 4D എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ക്യാൻസർ. ഇൻഫ്ലമേറ്ററി ക്യാൻസർ പറഞ്ഞാൽ ട്യൂമർ ഇൻവോൾവിംഗ് മോർ ദാൻ 1/3 ഓഫ് ദ സർഫസ് ഓഫ് ദ ട്യൂമർ. ട്യൂമർ പറഞ്ഞാൽ മോർ ദാൻ 1/3. അതാണ് ലിംഫ് നോട്ട്സ് N0, N1, N2, N3. N എന്ന് പറഞ്ഞാൽ മൂവബിൾ ഇപ്സിലേറ്റർ ആക്സിലറി നോട്ട്സ്. N2 എന്ന് പറഞ്ഞാൽ ഇപ്സിലേറ്റർ ആക്സിലറി നോട്ട്സ് ഫിക്സഡ് ടു വൺ അനദർ റിസർച്ച്. അത് നമ്മൾ 1A 1B 2A 2B 2C അങ്ങനെ പറയാറുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. പിന്നെ മെറ്റാസ്റ്റാസിസ്. ഇപ്പൊ ജസ്റ്റ് എക്സാമിന് ഇത്ര അറിഞ്ഞാൽ മതി. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേജ് നമ്മൾ പറയാം സ്റ്റേജ് 1 സ്റ്റേജ് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ സ്റ്റേജ് 1 and 2 ആർ കോൾഡ് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ അല്ലേ. സ്റ്റേജ് 3 സ്റ്റേജ് 4 ഇസ് കോൾഡ് ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ ഏർലി ബ്രസ്റ്റ് ക്യാൻസറും സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസറും സ്റ്റേജ് 4 ഈസ് കോൾഡ് എന്താണ് മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ. മനസ്സിലായോ? അപ്പോൾ 3 ടൈപ്പിലാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് ചെയ്യുന്നത്. ഒന്ന് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ, ലോക്കൽ അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ. അപ്പോൾ നമ്മുടെ കേസ് നമുക്ക് കിട്ടിയ കേസ് ഒരു ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അത്രേ ഉള്ളൂ. നമ്മൾ അത്ര അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായോ? ഇനി അപ്പൊ നമ്മൾ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ എന്തായിരിക്കും? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? നമ്മുടെ അടുത്ത പരിപാടി എന്താ? അൺമ്യൂട്ട് ചെയ്യും. നമുക്ക് ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് തീർക്കരുത്. ഇമേജിംഗ്. ഇമേജ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ മ്യൂട്ട് ആക്കേണ്ട തിരിച്ച് അൺമ്യൂട്ട് ചെയ്യണ്ട. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോ. മ്യൂട്ടൊന്നും നോക്കണ്ട. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ട്രിപ്പിൾ അസസ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ബ്രസ്റ്റിൽ എന്ത് വെച്ചാൽ വാട്ട് ഇസ് നെസ്റ്റിംഗ് തുടങ്ങിയാൽ ട്രിപ്പിൾ അസസ്മെന്റ്. ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഇമേജിംഗ്. ഇമേജിംഗ് നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? Mammography, X-ray. മാമോഗ്രഫി, അൾട്രാസൗണ്ട്, MRI. അപ്പൊ നമ്മൾ പറഞ്ഞ ഒറ്റ വാക്കെന്ന് പറഞ്ഞാൽ സോണോ മാമോഗ്രഫി എന്ന് പറയാം. സോണോ മാമോഗ്രഫി, അൾട്രാസൗണ്ട്, മാമോഗ്രഫി. ഇപ്പൊ നമ്മൾ അതാണ് ഗൈലൈൻ്റെ എടുത്തേക്കുന്നത്, സോണോ മാമോഗ്രഫി എന്ന് പറഞ്ഞാൽ. അപ്പൊ അൾട്രാസൗണ്ട് വെച്ച് മാമോഗ്രഫി. ബ്രസ്റ്റിന് എപ്പോഴും നല്ലത് മാമോഗ്രഫിയാണ്.
അൾട്രാസൗണ്ട് നമ്മൾ യങ് ആൾക്കാരിൽ ബ്രസ്റ്റ് ഡെൻസ് ആയതുകൊണ്ട് മാത്രം നമ്മൾ അൾട്രാസൗണ്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ അൾട്രാസൗണ്ട് ഇപ്പോൾ സോണോമാമോഗ്രഫിയിൽ അൾട്രാസൗണ്ട് യൂസ് ചെയ്യുന്നത് ആക്സിഡന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യാണ്. കുറച്ച് ആൾക്കാർ നമ്മൾ MRI, അത് ഇൻഡിക്കേഷൻസ് വേറെ ഉണ്ട്. ടിഷ്യൂ ഡയഗ്നോസിസ് നമ്മൾ എങ്ങനെ ചെയ്തത്? സപ്പോസ് നമുക്കിപ്പോൾ ഒരു ബ്രസ്റ്റ് ലംബ് കിട്ടി മാമോഗ്രഫിയിൽ, അപ്പോൾ നമ്മൾ ടിഷ്യൂ ഡയഗ്നോസിസ് എങ്ങനെ എടുക്കും? FNS എടുക്കുമോ അതോ ബയോപ്സി എടുക്കുമോ, ഉപ്പൊക്കെ എടുക്കുമോ, ഒപ്പം എടുക്കുന്ന എടുക്കും? ഹലോ, ടിഷ്യൂ ഡയഗ്നോസിസ് നമ്മൾ എങ്ങനെ എടുക്കുക? തൂക്കട്ട് ബയോപ്സി. ടൂക്കട്ട് ബയോപ്സി, അത് മാത്രം പറഞ്ഞാൽ അപ്പോൾ FNS എടുക്കാറില്ല. അത്രേ ഉള്ളൂ. ഇനിയുള്ള ഇപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ പാസ്സായി. ഒരു എക്സാമിന് ഈ ഒരു 3 സാധനങ്ങൾ, ട്രിപ്പിൾ അസസ്മെന്റും ഈ 3 ഐഡിയയും പറയണം. ബസ്സിനകത്ത് ഇമ്പോർട്ടൻസ് ഇമേജിങ്ങിൽ നമ്മൾ ബൈലാറ്ററൽ സോണോമാമോഗ്രഫി എടുക്കും. മാമോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് കുറച്ച് മലിനിയൻ ഫീച്ചേഴ്സ് ഉണ്ട്. സ്പിക്കുലേറ്റഡ് ലീഷൻസ്, ആർക്കിടെക്ചറൽ ഡിസ്റ്റോർഷൻ, മൈക്രോ കാൽസിഫിക്കേഷൻ, മൾട്ടിഫോക്കൽ ഡിസീസ്, കോണ്ടലാറ്റ് ലീഷൻ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന എന്ത് ബ്രസ്റ്റിനകത്തുള്ള സസ്പീഷ്യസ് ലീഷൻസ് ഇൻ മാമോഗ്രഫി. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മലിൻ എന്ന് പറയും. പിന്നെ മാമോഗ്രഫി എടുക്കുമ്പോൾ മാമോഗ്രഫിയുടെ വ്യൂസ് ചോദിക്കും. ഡയഗ്നോസ്റ്റിക് മാമോഗ്രഫി ഉണ്ട്, സ്ക്രീനിങ് മാമോഗ്രഫി ഉണ്ട്. സ്ക്രീനിങ് മാമോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ റിസ്ക് പേഷ്യൻസിന് 35 ഇയേഴ്സിന് മുകളിൽ സ്ക്രീൻ ചെയ്യുന്ന മാമോഗ്രഫിയിൽ 2 വ്യൂ ഉള്ളൂ. ക്രേനിയോകോഡൽ വ്യൂ, മീഡിയലേറ്റർ ഒബ്ലിക് വ്യൂ ഉണ്ട്. പക്ഷേ നമുക്കൊരു പേഷ്യൻ്റ് ഒരു ലംബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ വിടുമ്പോൾ അവർക്ക് ഒരു എക്സ്ട്രാ 1-2 എക്സ്ട്രാ വ്യൂസും കൂടി എടുക്കും. അത് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ടാർജറ്റഡ് വ്യൂ, കംപ്രഷൻ മാമോഗ്രഫി ഉണ്ട്. നമ്മൾ ബ്രസ്റ്റ് കംപ്രസ് ചെയ്തിട്ട് പ്ലേറ്റിൽ ആ ഏരിയയിൽ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ വ്യൂസ് എടുത്തു നോക്കും, മൾട്ടിപ്പിൾ കട്ട്സ് അവിടെ എടുത്തു നോക്കും. അതാണ് ഡയഗ്നോസ്റ്റിക് മാമോഗ്രഫി. മനസ്സിലായി? അപ്പോൾ മാമോഗ്രഫി ഈസ് എ ഇൻവെസ്റ്റിഗേഷൻ ഗോൾസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ എനി ബ്രസ്റ്റ് ലംപ്. only in young females less than 30 to 35 years നമുക്ക് you can go for ultrasound. But along with mammography you have to get an ultrasound axilla done to look for any nodes. ഓക്കെ, അതാണ് സോണോ മാമോഗ്രഫി എന്നുള്ള ഒറ്റ വാക്കിനകത്ത് വരും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് യങ് ഫീമെയിൽസിലാണ് ഡെൻസ് ബ്രസ്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു അസസ് സോളിഡ് വെസസ് സിസ്റ്റിക് സെല്ലിങ്സ് അറിയാം, ട്യൂബറിൻ്റെ സൈസ് അറിയാൻ പറ്റും, മൾട്ടി ഫോക്കാലിറ്റി കൊണ്ടെന്ന് പറയും. ആക്സിലറി നോട്ട്സിനാണ് ബ്രസ്റ്റ് അൾട്രാസൗണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ പറയാം സോണോ മാമോഗ്രഫി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി MRI ആർക്കൊക്കെ യൂസ് ചെയ്യുന്നത്? MRI ബ്രസ്റ്റ് എപ്പോഴും ചോദിക്കും. MRI ബ്രസ്റ്റ് നമുക്ക് ഡെൻസ് ബ്രസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടിഫോക്കൽ ഡിസീസ് ആണ് കുറച്ചും കൂടെ കറക്റ്റ് വേർഡ്. ഡെൻസ് ബ്രസ്റ്റിൽ നമ്മൾ കൂടുതൽ അൾട്രാസൗണ്ട് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. മൾട്ടിഫോക്കൽ ഡിസീസ് വരാം. മൾട്ടിഫോക്കലും മൾട്ടി സെൻട്രിക്കും ഉണ്ട്. ഇതിന്റെ വ്യത്യാസം എന്താ? മൾട്ടിഫോക്കലും മൾട്ടി സെൻട്രിക്കും, ഒരു ക്വാഡ്രന്റിൽ തന്നെ മൾട്ടിപ്പിൾ ലീഷൻസ് വന്നാൽ അത് മൾട്ടി സെൻട്രിക് എന്ന് പറയും. മൾട്ടിഫോക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്വാഡ്രൻസിനകത്ത് ലീഷൻസ് വന്നാൽ മൾട്ടിഫോക്കൽ. അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് MRI എടുക്കാം. പിന്നെ ലോബുലാർ കാർസിനോമയിൽ MRI ആണ് കുറച്ചും കൂടെ നല്ലത്. അസസ്മെന്റ് ആഫ്റ്റർ നിയോഡ്ജുവൻ കീമോതെറാപ്പി കൊടുത്തതിന് ശേഷം സൈസ് സ്ട്രിങ്ക് ആകുമ്പോൾ നമുക്ക് MRI ആണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ മമോഗ്രഫി അൾട്രാസൗണ്ടോ ഇൻകൺസിസ്റ്റ് ആണ് നമുക്ക് MRI എടുക്കാം. പിന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റ് പേഷ്യൻസിൽ MRI ആണ് പ്രിഫർ ചെയ്യുന്നത്. സ്കാർ റിക്കറൻസ്, പ്രീവിയസ് സർജറി ഉള്ള പേഷ്യൻസ് സ്കാർ റിക്കറൻസ് ഉണ്ടാകുമ്പോൾ മാമോഗ്രഫിയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ മാമോഗ്രഫി അല്ലേ MRI ആണ് നല്ലത്. ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് നമ്മൾ MRI പറയും. അപ്പോൾ എന്തൊക്കെ ഓർക്കണം? മൾട്ടിഫോക്കൽ ഡിസീസ് പറയാം, ലോബുലാർ കാർസിനോമ പറയാം, നിയോഡ്ജുവൻ കീമോതെറാപ്പി പറയാം, സ്കാർ റിക്കറൻസ് പറയാം. പിന്നെ വേറെ എന്തെങ്കിലും അറിയാം മാമോഗ്രഫി MRI ബ്രസ്റ്റിന്റെ അഡ്വാൻറ്റേജ്? അപ്പോൾ കുറച്ച് ഇൻഡിക്കേഷൻ മാത്രമേ MRI ബ്രസ്റ്റിനുള്ളൂ. പക്ഷെ നോർമലി സോണോ മാമോഗ്രഫി മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. MRI എടുത്ത് ചോദിക്കണേ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ടിഷ്യൂ ഡയഗ്നോസിസ് ട്രൂക്കട്ട് ബയോപ്സി, കോർണിറ്റൽ ബയോപ്സി എടുക്കുന്നത്. ഹിസ്റ്റോളജി ഇൻഫർമേഷൻ എന്തൊക്കെ കിട്ടും നമുക്ക്? ഹിസ്റ്റോളജി ഉണ്ട്, ട്യൂമർ ഗ്രേഡ്, ഇൻസുലിൻ റിസപ്റ്റർ, കൊളസ്ട്രോൾ റിസപ്റ്റർ സ്റ്റാറ്റസ്, Ka67. നമ്മുടെ മാർക്കേഴ്സ് ആണ്. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ലൂമിനൽ A, ലൂമിനൽ B, ഫുൾ നെഗറ്റീവ്, ഇങ്ങനെ മോളിക്കുലർ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മുടെ മൊത്തം പ്ലാൻ മാറുന്നത് അങ്ങോട്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടി നമുക്ക് ടൂക്കട്ട് ബയോപ്സി എടുക്കണം. അപ്പോൾ ടൂക്കട്ട് ബയോപ്സിയുടെ ഗുണം നോട്ട് ഓൺലി ഇറ്റ് ഗീവ്സ് എ ഡയഗ്നോസിസ്, ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ മോളിക്കുലർ സബ് ടൈപ്പിംഗ് സോ ദാറ്റ് വി ക്യാൻ ഗോ ഫോർ ഫർദർ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ടാർഗറ്റഡ് തെറാപ്പി. അപ്പോൾ അതിനെല്ലാം കൂടെയാണ് നമ്മൾ കോർക്കട്ട് ബയോപ്സിയിലെ ട്രൂ നീഡിൽ ബയോപ്സി എടുക്കുന്നത്. മനസ്സിലായോ? ട്രൂ നീഡിൽ ബയോപ്സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിസർവ്സ് ടിഷ്യൂ ആർക്കിടെക്ചർ ആൻഡ് അലോസ് റിസപ്റ്റർ അനാലിസിസ്. ആ ഒരു സംഭവം ഓർത്ത് വെച്ചിരുന്നാൽ മതി. കോർണിയൽ ബയോപ്സിയിലാണ് നമുക്ക് പിന്നെ വേറെ ചില ഓപ്പൺ ബയോപ്സി എടുക്കാറുണ്ട്. ഇപ്പോൾ കോർണിയൽ ബയോപ്സി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, കറക്റ്റ് സ്ഥലം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലം കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ എക്സിസ്റ്റ് നമ്മൾ വെഡ്ജ് ബയോപ്സി എന്ന് പറയും. പക്ഷേ ബ്രസ്റ്റിൽ അത്ര ഇതല്ല. നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ ഓപ്പൺ ബയോപ്സിയിൽ എക്സിഷൻ ബയോപ്സി എന്ന് പറയും. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ട്യൂമറൊക്കെ നമുക്ക് മൊത്തത്തിൽ ഒരു 2 സെൻറ്റിമീറ്ററിലെ 1 സെൻറ്റിമീറ്റർ മാർജിനോട് എക്സൈസ് ചെയ്തിട്ട് നമുക്ക് ബയോപ്സിക്ക് വിടാം.
അതാണ് എക്സിഷൻ ബയോപ്സി. അതൊക്കെയാണ് അതർ മെത്തേഡ്സ് ഓഫ് ബയോപ്സി ഇൻ ബ്രസ്റ്റ്. പക്ഷെ നോർമലി 99.9% ടൈംസിൽ നമ്മൾ കോർണിയൽ ബയോപ്സിയാണ് യൂസ് ചെയ്യാറ്. പിന്നെ മെറ്റാസ്റ്റാറ്റിക് വർക്കപ്പ്. അപ്പം നമ്മൾ ഫസ്റ്റ് സാധനം നമ്മൾ ട്രിപ്പിൾ അസസ്മെന്റ് പറഞ്ഞു, ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഇമേജിങ്, പിന്നെ ബയോപ്സി, ടിഷ്യൂ ഡയഗ്നോസിസ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് മെറ്റാസസ് കൂടെ റൂൾ ഔട്ട്. മെറ്റാസ്റ്റാറ്റിക് വർക്കപ്പ് ഇമ്പോർട്ടൻറ്റ്. മെറ്റാസസിനകത്ത് റുട്ടീൻ ലബോറട്ടറി ടെസ്റ്റുകൾ എടുക്കും, CBC, ലെഫ്റ്റ്, RFT. ക്ലിനിക്കലി ഇൻഡിക്കേറ്റഡ് ആണ് അഡ്വാൻസ് ഡിസീസിൽ നമുക്ക് CT, ചെസ്റ്റ്, അബ്ഡമൻ എടുക്കാം, ബോൺ സ്കാൻ എടുക്കാം, PET CT വരെ എടുക്കാം. ഏർലി ഡിസീസിൽ മെറ്റാസ്റ്റാറ്റിക് വർക്കപ്പിൻ്റെ ആവശ്യമില്ല, നമ്മുടെ കേസിൽ ആവശ്യമില്ല. FNAC ഒന്നും നമ്മൾ എടുക്കുന്നില്ല, കോർ ബയോപ്സി ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം അത് ഇൻവേസീവ് കാർസിനോമയിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് കോർ ബയോപ്സിക്ക് പറ്റില്ല, FNAC പറ്റത്തില്ല. പിന്നെ ഗ്രേഡ് കണ്ടുപിടിക്കാനും കോർ ബയോപ്സിക്ക് പറ്റത്തുള്ളൂ. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, HER2 റിസപ്റ്റർ ടെസ്റ്റ് ചെയ്യാനും കോർ ബയോപ്സിയിലേ പറ്റത്തുള്ളൂ. കുറച്ചുകൂടി ടിഷ്യൂ കിട്ടും ഡയഗ്നോസ് ചെയ്യാൻ. അപ്പോൾ FNAC ഇസ് നോട്ട് പ്രിഫർ. FNAC നമ്മൾ എപ്പോഴും എവിടെ പ്രിഫർ ചെയ്യുന്നുള്ളൂ? അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ലിംഫ് നോഡുകളിൽ നിന്ന് FNAC എടുക്കാം. ഓക്കെ. ഇനി മാനേജ്മെന്റ് എന്താ? നമ്മുടെ പേഷ്യന്റിന്റെ ട്യൂമർ എന്താണ്? ഏർലി ബ്രസ്റ്റ് ക്യാൻസർ അല്ലേ? ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ആര് വെച്ചാലും നമ്മൾ അപ്പം തന്നെ പറയണം മാനേജ്മെന്റ് വേറെ 2 ഓപ്ഷൻ. ഓപ്ഷൻ നമ്പർ 1 ഈസ് ബ്രസ്റ്റ് കൺസർവിംഗ് സർജറി. ഇപ്പോൾ ബ്രസ്റ്റ് കൺസർവിംഗ് സർജറി BCS is given for there is only one lesion and the breast to tumor ratio is favorable. കാരണം നമ്മൾ ബ്രസ്റ്റിൽ നിന്ന് കുറച്ച് ട്യൂമർ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് റെമനന്റ് ബ്രസ്റ്റ് ഒരുപാട് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ സർജറി ചെയ്തുള്ളൂ. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു മാസ്റ്റർ മൊത്തം ബ്രസ്റ്റ് റിമൂവ് ചെയ്തോളെ. പേഷ്യന്റിന് ഇത് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് റേഡിയോതെറാപ്പി വേണം. അപ്പം കോൺട്രാൻഡിക്കേഷൻ ഫോർ BCS എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരിലും മെയിൻ തിങ് ഈസ് ദേ ആർ കോൺട്രാൻഡിക്കേറ്റഡ് ഫോർ റേഡിയോതെറാപ്പി. അപ്പോൾ റേഡിയോതെറാപ്പി കോൺട്രാൻഡിക്കേഷൻ എല്ലാ ആൾക്കാർക്കും ദർ ഈസ് ഇൻഡയറക്ട്ലി കോൺട്രാൻഡിക്കേഷൻ ഫോർ BCS എടുത്തു കഴിഞ്ഞാൽ അവർ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി റേഡിയോതെറാപ്പി ബ്രസ്റ്റ് ബെഡിൽ എടുത്തിരിക്കണം, ആക്സിലും എടുത്തിരിക്കണം. ഇല്ല, മോസ്റ്റ്ലി ബ്രസ്റ്റാണ് റേഡിയോതെറാപ്പി കൊടുക്കുന്നത്. അപ്പം റേഡിയോതെറാപ്പിക്ക് മാർജിൻ അച്ചീവബിൾ ആയിരിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് 3/4 സെന്റിമീറ്റർ ഒരു 1 സെന്റിമീറ്റർ മാർജിൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ വി ക്യാൻ ഗോ ഫോർ ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി. അപ്പം ആര് ബ്രസ്റ്റ് കൺസർവേറ്റീവ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയണം? ഇറ്റ് ഈസ് വൈഡ് ലോക്കൽ എക്സിഷൻ ഓർ ലംബക്ടമി വിത്ത് എ ബയോപ്സി. അപ്പോൾ നമുക്ക് നോട്ട് പോസിറ്റീവ് നോട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് സർജിക്കൽ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബയോപ്സി എടുക്കും. ട്യൂമർ നമ്മൾ ഒരു റേഡിയോ ന്യൂക്ലിയായിട്ട് ഇഞ്ചെക്ട് ചെയ്യും. അതിനുശേഷം സർജറിയിൽ OT ടേബിളിൽ കയറി ഇൻഡ്യൂസ് ചെയ്തിട്ട് നമുക്കൊരു റേഡിയോ ന്യൂക്ലിയർ ഒരു മെത്തിലിൻ ബ്ലൂഡായി പിന്നെ നമ്മൾ നിപ്പിളിനകത്ത് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെമ്പ് റിമൂവ് ചെയ്തതിനു ശേഷം ആക്സിലൽ സെപ്പറേറ്റർ ഇൻഫ്യൂഷൻ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഏതൊരു ബ്ലൂ കളറായിട്ട് ഇരിക്കുന്നത് ആ ബ്ലൂ നോട് ഓൾറെഡി നമ്മൾ ഒരു ഗാമ പ്രൊപോഷൻ നമുക്ക് നോക്കും. ബ്രസ്റ്റിനകത്ത് 1000 ആണെങ്കിൽ നമ്മൾ ആക്സിലേക്കകത്തുള്ള ആ ബ്ലൂ നോഡിനടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് 1/10 ഓഫ് ദ റേഡിയേഷൻ കിട്ടുന്ന ഏത് നോഡാണ്? ദാറ്റ് ഇസ് കോൾഡ് ഹോട്ട് നോഡ്. അപ്പോൾ നോർമലി ഹോട്ട് നോഡും ബ്ലൂ നോഡും സെയിം ആണെങ്കിൽ ആ നോഡ് നമ്മൾ റിമൂവ് ചെയ്ത് ഫ്രോസൺ സെക്ഷൻ വിടും. അതാണ് സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി. ആ നോഡ് നെഗറ്റീവായിട്ട് വരുവാണെങ്കിൽ പിന്നെ നമ്മൾ ആക്സിൽ ഒന്നും ചെയ്യേണ്ട. പക്ഷെ ആ നോഡ് പോസിറ്റീവ് ആണെങ്കിൽ സെന്റിനൽ നോഡിനോട് ട്യൂമർ എത്തിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തം ആക്സിലറി ഡിസിഷൻ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇത് ചോദിക്കും. അപ്പം BCS നമ്മൾ വൈഡ് ലോക്കൽ എക്സിഷൻ വിത്ത് 1 സെന്റിമീറ്റർ മാർജിൻ ബൈ സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി. രണ്ട് രീതിയിൽ ഡുവൽ മെത്തേഡ് ഇസ് നൗ പ്രിഫേർഡ് വിത്ത് മെത്തിലിൻ ബ്ലൂ ആൻഡ് റേഡിയോ ട്രേസ് ടെക്നിക്. Breast surgery followed by whole breast cancer surgery along breast cancer is the wide local excision the SNLB. So BCS along with the whole breast radiotherapy is the management in our case. Okay. ഇപ്പോൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഇത്രയും പറഞ്ഞാൽ മതി. ഇനി ചില ആൾക്കാർക്ക് റേഡിയോതെറാപ്പി കോൺട്രാൻഡിക്കേഷൻ ഉണ്ടായിരിക്കില്ല, അവരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരിൽ നമുക്ക് ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറിയിലോട്ട് പകരം മാസ്റ്റക്ടമി ചെയ്യാൻ പറ്റും. ഓക്കെ. SNLB നമ്മൾ ഓൾറെഡി പറഞ്ഞു. MRM ആണ് നമ്മൾ മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്ടമി. അതിനകത്ത് എന്തൊക്കെ കിട്ടും? പേഷ്യന്റിന്റെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ലാർജ് ട്യൂമർ റിലേറ്റീവ് ബ്രസ്റ്റ് റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് MRM ചെയ്യാം. മൾട്ടിഫോക്കൽ ഡിസീസ് ബ്രസ്റ്റിൽ ഒരുപാട് ലീഷൻസ് ഉണ്ടെടുക്കുക, റേഡിയോതെറാപ്പി കോൺട്രാൻഡിക്കേഷൻ എടുക്കുക. ക്ലിയർ മാർജിൻസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് MRM കൺവേർട്ട് ചെയ്യാം. പ്രൊസീജിയർ ടോട്ടൽ മാസ്റ്റക്ടമി, ആക്സിലറി സ്റ്റേജിങ്. അപ്പം മൊത്തം ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം. അതിന്റെ മാർജിൻസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ലാറ്ററൽ ബോർഡർ ഓഫ് സ്റ്റേണം ഉണ്ട്, ഈ മീഡിയലി സുപ്പീരിയർലി ക്ലാവിക്കലുണ്ട്, ഇൻഫീരിയർലി റിബ് ഉണ്ട്, ആൻഡ് ലാറ്ററലി ഏത് മസില? ലാറ്ററലി നമുക്ക് സെരട്ടസ് ആന്റിയർ മസിൽ വരണം. ഓക്കെ. ലാറ്ററലി നമുക്ക് ലാറ്റിസിമസ് ഡോർസി മസിൽ, ലാറ്റിസിമസ് ഡോർസി. അപ്പോൾ അതാണ് ലിമിറ്റ് ഓഫ് ദ ബ്രസ്റ്റ് മാസ്റ്റക്ടമി. ഇതൊരു ആക്സിലറി ഡിസിഷൻ ചെയ്യുമ്പോഴത്തേക്ക് സെയിം ഇൻസിഷൻ ആക്സിൽ ഡിസിഷൻ ചെയ്യണം. അവിടെ എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ മാർജിൻ മുകളിൽ ആക്സിലറി വെയിൻ, താഴെ ആംഗുലർ വെയിൻ, മീഡിയലി ലോങ് തൊറാസിക് നെർവ്, ലാറ്ററലി നമുക്ക് തൊറാക്കോഡോർസൽ പെഡിക്കൽ. അപ്പോൾ ഇതാണ് നമ്മൾ ആക്സിലറിയുടെ മാർജിൻ. അപ്പോൾ ഇങ്ങനെയാണ് MRM കാര്യം ചോദിക്കുന്നത്. MRM ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ഈ ഫൈനൽ ബയോപ്സിയുടെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് കീമോതെറാപ്പി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. ഡിപ്പെൻസ് ഓൺ നമ്മുടെ
ബയോപ്സി റിപ്പോർട്ട്. പക്ഷേ നമ്മൾ റേഡിയോതെറാപ്പി നോർമലി MRM കഴിഞ്ഞ ശേഷം ആവശ്യം വരാറില്ല. MRMന് ശേഷം വരാറില്ല. എപ്പോഴും നമ്മൾ റേഡിയോതെറാപ്പി കൊടുക്കുന്നത് BCSന് ശേഷമാണ്. അത്രേ ഉള്ളൂ. അഡ്ജുവൻ തെറാപ്പി നമ്മൾ പറഞ്ഞില്ല, കീമോതെറാപ്പിക്കാണ് അഡ്ജുവൻ ഉദ്ദേശിക്കുന്നത്. അഡ്ജുവൻ റേഡിയോ ഉണ്ട്, അഡ്ജുവൻ കീമോ ഉണ്ട്, ഇമ്മ്യൂണോ ഉണ്ട്, അഡ്ജുവൻ ടാർഗറ്റ് തെറാപ്പി ഉണ്ട്. അപ്പോൾ എല്ലാ തെറാപ്പീസും ബേസ്ഡ് ഓൺ ഹിസ്റ്റോളജി, ട്യൂമർ ഗ്രേഡ്, ERPR പോസിറ്റിവിറ്റി, HER2 പോസിറ്റിവിറ്റി, Ki-67 ഇതൊക്കെ വരും. അപ്പോൾ എൻഡോക്രൈൻ തെറാപ്പീസ് നമ്മൾ ആരോബെറ്റിസ് ഇനിബിറ്റർ കൊടുക്കും, പോസ്റ്റ് പെനോപോസൽ വുമണിൽ HER2 ഹെർസെപ്റ്റിൻ കൊടുക്കാമല്ലോ, ട്രസ്റ്റുസുമാബ് അത് HER2 പോസിറ്റീവ് കൊടുക്കാം. പിന്നെ റേഡിയോ തെറാപ്പി BCSന് ശേഷം കൊടുക്കാം. ഹൈ റിസ്ക് പേഷ്യൻസിൽ മാത്രം, അല്ലെങ്കിൽ മാർജിൻ ക്ലോസ് പോസിറ്റീവ് ഉള്ള പേഷ്യൻസിൽ മാത്രം MRI കഴിഞ്ഞാലും കൊടുക്കാം റേഡിയോ തെറാപ്പി. പിന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വൈവേൽ ചോദിക്കുന്നതാണ്. വൈ ലോവർ ഇന്റർ കോഡൻ ഈസ് ഇമ്പോർട്ടൻറ്റ്? കാരണം ഇവിടെ ട്യൂമർ ലോവർ ഇന്റർ കോഡനിലായിരുന്നു. ഇന്റർ കോഡൻ എപ്പോഴും ഇന്റർണൽ മെമ്മറിയിലോട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ സ്കിൻ ഫിക്സേഷനകത്തില്ല. ഇപ്പം കൂപ്പോസ് ലിഗമെന്റ് ഡെർമിസ് ഒക്കെ ഇൻവോൾവ് ആകുമ്പോൾ മാത്രമേ നമ്മൾ സ്കിൻ ഫിക്സേഷൻ എന്ന് പറയാറുള്ളൂ. അപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റിയർലി ഈ സ്റ്റേജ് എന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, സ്കിന്നിനകത്തോട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സാധനങ്ങൾ സ്കിൻ ഈസ് ഇൻവോൾവ് പൗഡി ഓറഞ്ച് അൾസറേഷൻ നോഡുലാരിറ്റി. ഇവിടെ ഞാൻ പറഞ്ഞ സ്കിൻ ഫിക്സേഷൻ ആണ്. സ്കിൻ ഇൻവോൾവ്മെന്റ് സ്കിൻ ഫിക്സേഷൻ ഡിഫറെന്റ് ആണ്. സ്കിൻ ഇൻവോൾവ്മെന്റ് TCയിൽ T4Bയിൽ വരുന്നതാണ് പൗഡി ഓറഞ്ച് അൾസറേഷൻ നോഡ്. ഇത് 3 സ്കിൻ ഇൻവോൾവ്മെന്റിൽ വരത്തുള്ളൂ. പക്ഷെ നമ്മുടെ കൂപ്പർ ലിഗമെന്റ് ഒക്കെ ഇൻവോൾവ് ആണെങ്കിൽ കുറച്ച് ഫിക്സ്ഡ് ആയിട്ട് ഇവിടെ ഡിബ്ലിങ്ങും ഇതൊക്കെ വരുന്നത്, അതൊന്നും TNMനകത്ത് വരാറില്ല. ഓക്കെ. പിന്നെ മസിൽ ഫിക്സേഷൻ ആബ്സെന്റ് ആണ്. പെക്ടോറലിസ് മേജറിൽ ചെസ്റ്റ് ഭാഗത്ത് പൊതുകൊണ്ട് അത് മസിൽ ഫിക്സേഷൻ വരുന്നില്ല. ചെസ്റ്റ് വാളിനകത്ത് എന്ത് വരത്തില്ല, പെക്ടോറലിസ് മേജർ വരത്തില്ല. ചെസ്റ്റ് വാളിൽ സെറട്ടസാൻഡ് ഇന്റർകോസ്റ്റൽ റിബ്സേ വരത്തുള്ളൂ. പിന്നെ ആക്സില എന്തുകൊണ്ടാണ് ക്ലിനിക്കലി നെഗറ്റീവ് എന്ന് പറയുന്നത്? ക്ലിനിക്കലി നമ്മൾ നോക്കുമ്പോൾ നോഡില്ല. ബട്ട് നമ്മൾ സെന്റിനൽ ലിംഫ് ബയോപ്സി എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്? സെന്റിനൽ ലിംഫ് ബയോപ്സി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മൈക്രോ മെറ്റാസ്റ്റസിസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പാൽപ്പബിൾ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൽ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ഡൈ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഡൈ അപ്പുറത്ത് അവിടെ മെറ്റാസിസ് ഓൾറെഡി പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. മനസ്സിലായോ? പേഴ്സണലി ഭയങ്കര ഹൈഡ് ടോപ്പിക്കാണ്, എപ്പോഴും ചോദിക്കുക. പിന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഗാലൻ കൺസെൻസസ് അറിയാം. ലൂമിനൽ A, ലൂമിനൽ B, HER2 ട്രിപ്പിൾ നെഗറ്റീവ്, ഇത് എപ്പോഴും ചോദിക്കുക. PR K67 proliferative ഇൻഡെക്സ് ആണ്. ലോ ആണെങ്കിൽ ലൂമിനൽ ഇത് ഗുഡ് പ്രോഗ്നോസിസ് ആണ്. ഓഫർ സർജറി. ഈ ലൂമിനൽ B എന്ന് പറഞ്ഞാൽ ലൂമിനൽ ബിക്ക് HER2 നെഗറ്റീവ് HER2 പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ലൂമിനൽ B എന്ന് പറഞ്ഞാൽ നമ്മൾ PR പോസിറ്റീവ് വെച്ചിട്ട് ഓർത്താൽ മതി. ER പോസിറ്റീവ്, PR പോസിറ്റീവ്, HER2 നെഗറ്റീവ്. പക്ഷേ ഇവിടെ K60 ലോ ഒരു ഹൈ വരും. അതാണ് ലൂമിനൽ ബിയുടെ മെയിൻ സാധനം. ഓക്കെ. ഇത് മാത്രം പഠിച്ചത് അതിനുള്ള കാര്യം. HER2 ഓവർ എക്സ്പ്രഷൻ വരുമ്പോൾ ERും PR നെഗറ്റീവ്, HER2 മാത്രം പോസിറ്റീവ് വരും. ട്രിപ്പിളിൻ്റെ എല്ലാവരും നെഗറ്റീവ്. ട്രിപ്പിളിൻ്റെ വരെയാണ് വേഴ്സ്റ്റ് പ്രോഗ്നോസിസ്. നമുക്ക് കീമോതെറാപ്പി വരെ കൊടുക്കും. പോസിറ്റിവിറ്റിക്കകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഹെർസെപ്റ്റിൻ കൊടുക്കാം, ട്രാൻസിസും കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എല്ലാവരും ഓർത്ത് വെക്കുക. ലൂമിനൽ A, ലൂമിനൽ B ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. ഈ സാധനം BRC സ്റ്റാറ്റസ് അറിയണം. ഇത്രേ ഉള്ളൂ. ബ്രസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ ഒരു കേസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നു. 54 മിനിറ്റ്സ് ഉണ്ട്. അൺമ്യൂട്ടി. ഹലോ. ഹലോ. മക്കളെ മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ ഒരുപാട് എടുത്തിട്ടുള്ള കേസാണ്, നിങ്ങൾക്ക് എല്ലാം അറിയുന്നത്. അതുകൊണ്ട് ഞാൻ ഓടിച്ച് പറഞ്ഞത്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ബ്രസ്റ്റ് കേസസ്. ഒരു ബേസിക് കാര്യമേ ചോദിക്കത്തുള്ളൂ. ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ, ലോ TNM ആണെങ്കിൽ, നമ്മൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിലും ബ്രസ്റ്റിൽ ക്വാർട്ടർ അസസ്മെന്റ് പറയണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം BCS പറയണം. BCS എന്ന് പറഞ്ഞാൽ വൈഡ് ലോക്കലൈസേഷൻ വിത്ത് 1 സെന്റിമീറ്റർ മാർജിൻ ആൻഡ് സ്റ്റിൽ അത് കഴിഞ്ഞാൽ റേഡിയോതെറാപ്പി എടുക്കണം. അത്രേ ഉള്ളൂ എന്ത് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ചില പേഷ്യൻസിൽ BCS ചെയ്യാൻ പറ്റത്തില്ല. റേഡിയേഷൻ തെറാപ്പി കോൺട്രാൻഡിക്കേഷൻ നമുക്ക് വി ക്യാൻ ഗോ ഫോർ മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റെക്ടമി. അപ്പോൾ അതിൻ്റെ MRM ഇൻഡിക്കേഷൻ, അതിൻ്റെ സൈസും ആക്സിലറിയുടെ മാർജിനും അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ERPR പോസിറ്റീവ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. മനസ്സിലായോ? പിന്നെ സപ്പോസ് നമ്മുടെ പേഷ്യൻ്റ് LABC നമുക്ക് വേറെ ക്ലാസ്സിൽ എടുക്കാം. LABC ആണെങ്കിൽ ലോക്കൽ അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന പറഞ്ഞാൽ പേഷ്യൻ്റ് ആദ്യമേ തന്നെ നിയോഡ്ജുവിൻ്റെ കീമോതെറാപ്പി കൊടുക്കും. ഓക്കെ. ERPR പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ നിയോഡ്ജുവിൻ്റെ കീമോതെറാപ്പി എടുക്കണം. നിയോഡ്ജുവിൻ്റെ കീമോ അത് കൊടുത്തിട്ട് 2 സൈക്കിൾ കീമോ കൊടുക്കുമ്പോൾ തന്നെ ട്യൂമർ സ്ട്രിങ്ക് ആവുന്നു, അതോ സ്റ്റേ ചെയ്യുന്നു, അതോ പ്രോഗ്രസ് റെസിസ്റ്റ് റേറ്റ്
എന്നിട്ട് നമ്മൾ ട്യൂമർ ഷ്രിങ്ക് ചെയ്തില്ല കൂടുതൽ കീമോതെറാപ്പി അബാൻ ചെയ്തിട്ട് അപ്രണ്ട് സർജറി ചെയ്യണം, മനസ്സിലായോ? എന്നിട്ട് കീമോതെറാപ്പി പിന്നെ കണ്ടിന്യൂ ചെയ്യണം. അത് മാത്രമേ അവിടുത്തെ ഒരു പ്രത്യേകത. അവിടെ BCS ഒന്നും പറയാറില്ല, അവിടെ എപ്പോഴും MR മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഫോളോഡ് ബൈ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കീമോതെറാപ്പി റേഡിയോതെറാപ്പി കൊടുത്തിരിക്കണം മസ്റ്റായിട്ട്. ബാക്കിയെല്ലാം ബ്രസ്റ്റിൽ സെയിം ആണ്. നിങ്ങൾ എന്താണോ പഠിച്ച അതേ സാധനം തന്നെ വീണ്ടും അവിടെ പറഞ്ഞത്. ഇത്രയും ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ഇവർ ചോദിക്കും സ്കിൻ ഇൻവോൾവ്മെന്റ് ഏതൊക്കെയാണ്, ചെസ്റ്റ് വാൾ ഇൻവോൾവ്മെന്റ് ഏതൊക്കെയാണ്, അതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അഭിഷേക്, സാന്ദ്ര, സ്നേഹ, അർച്ചന, ദേവ്. മനസ്സിലായോ? എനിക്ക് സിമ്പിൾ കേസ് കേസ് ദൈവത്തിന് പ്രസന്റ് ചെയ്താൽ മതി. മിക്കപ്പോഴും നമുക്ക് ഇങ്ങനെ കേസേ കിട്ടത്തുള്ളൂ. നോഡ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നോഡ് ഉണ്ടെങ്കിൽ നോഡ് വെച്ച് നമുക്ക് ശരിക്കും മാറ്റും. എല്ലാവരും ഇങ്ങോട്ട് ഓർത്ത് വെക്കുക. ഞാൻ ശരിക്കും തന്നെ പ്രശ്നം കിടക്കുന്നത് ഈ ഒരു ഏരിയ ലെഫ്റ്റോട് കറണ്ട് ഓർത്ത് വെക്കുക. ട്രിപ്പിൾ അസസ്മെന്റ് അതൊക്കെയുള്ള റോൾ ഓഫ് MRI FNAC എന്താണ്